ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് അന്വേഷണം തുടങ്ങി രഹസ്യാന്വേഷണ വിഭാഗം. 3 കൊല്ലത്തിനിടയിൽ 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. 3 വർഷത്തിനിടയിൽ 30 കോടിയിലധികം കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. മണ്ണന്തല സ്റ്റേഷനിലും നെയ്യാറ്റിൻകര കോടതിയിലും ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. വിവാദത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനും സർക്കാർ ആലോചിക്കുന്നു. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. ഇത് പരിഗണിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ നീക്കം. ഹരിമോഹനും റഹീസ് റഷീദും ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ് അഗെയിൻ. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളുടെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ കരുതിയിരുന്ന പുള്ളിയൊന്നുമല്ല ഈ ഉണ്ണികൃഷ്ണൻ, അതിക്കും മേലെയാണ് എന്നാണോ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ? ഇയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരി കൂടിയാണോ? ഇയാൾ പണം ബ്ലേഡ് മാഫിയയ്ക്ക് കൊടുത്തിരുന്നയാളാണ്. ഇയാളൊരു ബ്ലേഡ് മാഫിയയിൽപ്പെട്ടയാളാണോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റായിട്ടും പ്രവർത്തിച്ചു എന്ന വിവരമാണോ നമുക്ക് ലഭിക്കുന്നത്? ഒരുപാട് ദുരൂഹതകളുണ്ടോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച്? എന്താണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഹരി? അരുൺ, അവതാരപ്പിറവിയുടെ ഉദ്ദേശലക്ഷ്യം ശരിക്കും ചികഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. 2020 മുതൽ 25 വരെ ഉള്ള കാലയളവിൽ ഇയാൾ നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളും, അതിൽ ഭൂമി ഇടപാടുകൾ മുതൽക്ക് ഇയാൾ കൈവച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും കടന്നു ചെല്ലാൻ വേണ്ടിയാണ് രഹസ്യാന്വേഷണ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകളാണ്. ആ ഭൂമി ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ചെറുതാക്കി കാണാനും കഴിയില്ല. കാരണം ഒരു ഭൂമി മുഴുവൻ വിഴുങ്ങുന്ന ഒരു സ്വഭാവത്തിലാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇയാളുടെ രീതികൾ എന്ന് പറയുന്നത് ഈ ഭൂമി, ഈ ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുക, ആ പണം കിട്ടാതാവുമ്പോൾ അല്ലെങ്കിൽ ആ പണത്തിന്റെ പേരിൽ പിന്നീട് ആ ഭൂമി പിടിച്ചെടുക്കുക, അതും പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കടന്നു കയറി പിടിച്ചെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ 30 കോടിയിലധികം രൂപയുടെ ഈ ഭൂമി ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് മണ്ണന്തല സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഇയാൾക്ക് 1,30,00,000 രൂപയ്ക്കാണ് ഇയാൾ ആ ഭൂമി വാങ്ങിയത്. ആ ഭൂമി വാങ്ങി അത് വാടകയ്ക്ക് കൊടുക്കുകയും അത് പിന്നീട് അവർ ഇറങ്ങിക്കൊടുക്കാതായപ്പോൾ ഇയാൾ അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് ആ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കത്തിച്ചതായിട്ടുള്ള ഒരു കേസ് മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2022 മുതൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആളെ കണ്ടുകിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് ആ കേസ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ അന്യായം നെയ്യാറ്റിൻകര കോടതിയിലും നിലനിൽപ്പുണ്ട്. ഇനിയും കൂടുതൽ കേസുകൾ വിവിധ കോടതികളിലും ഒരുപക്ഷെ സ്റ്റേഷനുകളിലുമായി നിലനിൽക്കുന്നുണ്ടാവാം എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു കണ്ടെത്തൽ. ബാംഗ്ലൂർ, തിരുവനന്തപുരം ആണ് പ്രധാനമായിട്ടും ഇയാളുടെ ഭൂമി ഇടപാടുകളുടെ കേന്ദ്രം എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു പ്രാഥമിക കണ്ടെത്തൽ. അതിൽ തിരുവനന്തപുരത്ത് തന്നെ അന്തിയൂർക്കോണം, നെയ്യാറ്റിൻകര അടക്കമുള്ള ചില സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുള്ളതെന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഇയാൾ എവിടെയൊക്കെയാണ് ഭൂമി വാങ്ങിയിട്ടിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഏതൊക്കെ ഭൂമികൾ വിറ്റിട്ടുണ്ട് എന്നതടക്കമുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഇതിനിടയ്ക്ക് നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇയാൾ സ്വന്തം പേരിൽ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ പേരിൽ, സുഹൃത്തുക്കളുടെ പേരിൽ, മറ്റ് ബിനാമികളുടെ പേരിലൊക്കെ തന്നെ പലയിടങ്ങളിലായി ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. കഴിഞ്ഞ 30 വർഷത്തെ കണക്ക് മാത്രം 30 കോടിയിലധികം കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് മാത്രം 30 കോടിയിലധികം രൂപ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക്, അതായത് 2020 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചു വരികയാണ്. അതിൽ കൂടുതൽ ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കാം ഒരുപക്ഷെ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗം കണക്കിലെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ആദ്യഘട്ടമാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം എന്ന് പറയുന്നത്. അതിൽ നിലവിൽ സ്വർണ്ണപ്പാളിയും സ്വർണ്ണപീഠവും ഒന്നും ഉൾപ്പെട്ടിട്ടില്ല. ഇയാളുടെ മറ്റിടപാടുകളാണ് ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക. പക്ഷേ അതൊരു തുടക്കം മാത്രമാണ്. കാരണം ഇത് ഏതെങ്കിലും നിലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റൊരു അന്വേഷണത്തിന് തയ്യാറെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടി ആണ് മുൻകൂറായിട്ട് ഇത്തരത്തിലൊരു അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ, ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളെല്ലാം സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. നിലവിൽ കോടതിയിൽ പരിഗണനയിൽ ഈ കേസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ആകെയുള്ള ഒരു പ്രതിസന്ധി. പക്ഷേ കോടതിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഒരുപക്ഷെ സമീപിക്കാനും സാധ്യതയുണ്ട്. മറ്റന്വേഷണങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശുപാർശ നൽകാനും സാധ്യതയുണ്ട്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം. ഹരി, തുടരണം. ഞാൻ ഒന്ന് റഹീസ് റഷീദിലേക്ക് കൂടി പോയിട്ട് വരാം. റഹീസ്, നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇത് വല്ലാത്ത ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ചില ഭക്തരിൽ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തിയ ആളുകളെല്ലാവരും ഇപ്പോൾ അല്പ ടെൻഷനിലാണെന്ന് തോന്നുന്നു.
റഹീസ് റഷീദ്. സാക്ഷാൽ ജയറാമിനെയും വീരമണിയും പോലെയുള്ള യഥാർത്ഥ ഭക്തരെ പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എത്ര VIP കളെ പറ്റിച്ചിട്ടുണ്ടാവും? ഒരു പ്രേക്ഷകൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം കുടുംബത്തെ പോറ്റിയതാണ് എന്നുള്ളതാണ്. അതിൽ ഇങ്ങനെയൊക്കെയാണ് പോറ്റിയതെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. റഹീസ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണോ മനസ്സിലാക്കുന്നത്? ഇത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് തോന്നുന്നു. കാരണം ശബരിമലയിലെ സന്നിധാനത്തിലെ തന്നെ സ്വർണ്ണപ്പാളിയാണെങ്കിൽ സ്വർണ്ണപ്പാളി 40 ദിവസം കൈവശം വയ്ക്കുക, അത് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തുക, ഇപ്പോൾ വ്യാജ വാതിൽ നിർമ്മിച്ച് വാതിൽ പൂജ നടത്തുക, ജയറാമിനെ പോലെയുള്ള അവരെ പറ്റിക്കുക, ഇതൊക്കെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അന്വേഷണം വിജിലൻസിൽ ഒതുങ്ങില്ല. ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം പോകുമോ? അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പ് നടത്തിയ ആ പീഠവുമായി ബന്ധപ്പെടുത്തിയ സംശയകരമായ പ്രതികരണം, അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കമുണ്ട്? ഇക്കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പുറത്തു വരുമോ റഹീസ്? അരുൺകുമാർ, എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ദേവസ്വം വിജിലൻസിന് അധികാര പരിധി കുറവാണ്. കാരണം ആകെ അവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു SP-യും 3 SI-മാരും 3 SI-മാരുടെ കീഴിൽ 2 പോലീസുകാരും, അതായത് 6, 3, 9 10 പേര് മാത്രമാണ് ദേവസ്വം വിജിലൻസ് എന്ന സംവിധാനത്തിൽ ആകെയുള്ളത്. പക്ഷേ കോടാനുകോടികളുടെ തട്ടിപ്പാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നതെന്ന് പ്രാഥമികമായി തന്നെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും വിജിലൻസിന്റെ കയ്യിൽ കുറെ എണ്ണത്തിന്റെ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണം ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് പോകണം. അതായത് ദേവസ്വം ബോർഡിന്റെ ആവശ്യം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒതുങ്ങില്ല, പകരം പോലീസ് സംവിധാനം അന്വേഷിക്കണം. അത് ക്രൈംബ്രാഞ്ച് എന്ന് ദേവസ്വം ബോർഡിനില്ല. പോലീസ് ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളാണെങ്കിലും ഇത് അന്വേഷിക്കണം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഈ നിലപാട് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ദേവസ്വം SP സുനിൽകുമാർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. ഇതനുസരിച്ച് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് വിടാനുള്ള ആലോചനകൾ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയതായി മനസ്സിലാക്കുന്നു. കാരണം അത്ര വലിയ വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പ് പണം മാത്രമല്ല, ജയറാമിനെ പോലുള്ള വീരമണിയെ പോലുള്ള ആളുകളെ പോലും തട്ടിച്ചു. അവരെ പണത്തിനപ്പുറം പ്രശസ്തരായ ആളുകളെ ആ തരത്തിൽ പറ്റിച്ചു, ധനികരായ ആളുകളെ ആ തരത്തിൽ പറ്റിച്ചു. ഇതിനകത്ത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ പരിമിതിയുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെ പറ്റിക്കപ്പെടലിന് ഇരയായി എന്നറിയണം. ഇതിൽ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പല ആളുകളും ഈ പണം നൽകിയ വലിയ കോടീശ്വരന്മാരാണ്. ഇവരാരും ഞങ്ങളെ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിച്ചു വെട്ടിച്ചു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിജിലൻസിന്റെ മുന്നിലോ മറ്റ് അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്കോ വരാനുള്ള സാധ്യത പ്രാഥമിക അന്വേഷണത്തിൽ അവർ കാണുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ. പക്ഷേ ഈ പോറ്റി തട്ടിപ്പ് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ അല്പസമയം നമ്മൾ കൊടുത്തതടക്കമുള്ളവ തെളിവാണ്. അതൊരു റെക്കോർഡിക്കലായിട്ടുള്ള തെളിവുകളാണ്. ആ തെളിവുകൾ വെച്ച് സാഹചര്യ തെളിവുകളും മറ്റ് ചില വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഇതൊക്കെ വെച്ചിട്ട് പോറ്റിയെ പൂട്ടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തുന്നത്. അതിനുശേഷം ദേവസ്വം വിജിലൻസിൻ്റെ നാളത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കാം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺ.